മെക്കാസ്. ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുടുംബത്തിലേക്ക്, മൈൻഡ്ഫുൾ ജേർണി എന്ന കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നവരാണ്, എൻ്റെ വീഡിയോസിലെ ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാകുവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ മൈൻഡ്ഫുൾ ജേർണി എന്ന ഫാമിലിയിലേക്ക് ഒരു അംഗമായി വരുവാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ വളരെയധികം പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ്. കാരണം എൻ്റെ കുറച്ച് സ്റ്റുഡൻസിന് ഉണ്ടായൊരു ഡൗട്ടും അവർക്ക് ഓരോരുത്തർക്കും ഞാൻ മെസ്സേജ് അയക്കുന്നതും ഓരോരുത്തരെയും എനിക്ക് വേണമെങ്കിൽ അവരുടെ ക്ലാസ്സിൽ, ഗ്രൂപ്പ് ക്ലാസ്സിൽ എനിക്ക് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്ക് കൂടി ഹെൽപ്ഫുൾ ആകട്ടെ എന്നിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ടിപ്പ് കൂടിയുണ്ട്. അത് ഫുള്ള് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ മെയിൻ പറയുന്നത്, നിങ്ങൾ റെഡിയാകുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ടീച്ചർ വന്നെത്തും, മെന്റർ വന്നെത്തും എന്നുള്ളതാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ അപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നത്, നിങ്ങൾ ക്ലിക്ക് ചെയ്തതും തുറന്നതും. നിങ്ങൾ ഈ സീക്രട്ട് അറിയാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോഴേ നിങ്ങൾക്ക് ആ സീക്രട്ട് കിട്ടത്തുള്ളൂ. പലതും നമ്മൾ കുറച്ചു നേരം കണ്ടിട്ട് സ്ക്രോൾ ചെയ്തപ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ടൈം ആയിട്ടുള്ള, നിങ്ങൾക്ക് ആ സീക്രട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ് ചോദിച്ചൊരു ഡൗട്ടിനെ റിഗാർഡ് ചെയ്തിട്ടാണ്. അതായത് മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആക്ച്വലി ഇപ്പോൾ അവരുടെ ലൈഫ് എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു വ്യക്തിയുടെ പേര് മായ എന്നെടുക്കാം. മായയുടെ ലൈഫിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകണം. വളരെ അവരൊരു ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് എൻ്റെ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ആകുന്നത്. അപ്പോൾ അവർ ഭയങ്കരമായിട്ടും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും ശരിയാകുന്നില്ല. അവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, ജോബിൽ പ്രോബ്ലംസ് ഉണ്ട്, മൊത്തത്തിൽ പ്രോബ്ലംസിലൂടെ പോകുന്ന ഒരു അവസ്ഥയാണ് അവർ. അപ്പോൾ ഒരു 5 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവരുടെ സംശയം, ഇതൊക്കെ എനിക്ക് വർക്കാകുമോ, എനിക്ക് ഒരു ചേഞ്ചസും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, പ്രോപ്പർ ആയിട്ടുള്ള ഹീലിംഗ് എടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഡിലേ ആകുന്നത്. അവര് അമ്പലത്തിൽ പോകില്ല, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് ഒന്നിനും ടൈമില്ല, ഒരു രീതിയിലും അവര് ജീവിതം മടുത്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളിലും വിശ്വാസമോ ഒന്നുമില്ല. ഈവൻ മാനിഫെസ്റ്റേഷന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ പകുതി വിശ്വാസവും ഇല്ലായ്മ, ഒരു ഡൗട്ടോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിനെ പോയിട്ടൊന്ന് കാണുക, ആരാധനാലയത്തിൽ ഒന്ന് പോവുക. കാരണം അവരുടെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, പണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ എല്ലാം നടക്കുന്നുണ്ട്, യൂണിവേഴ്സിനോട് പറയുമ്പോൾ നടക്കുന്നില്ല. അത് വളരെ വലിയൊരു തെറ്റായൊരു ചിന്തയാണ് നിങ്ങളുടേത്. ദൈവം, യൂണിവേഴ്സ്, അതല്ലെങ്കിൽ കൃഷ്ണൻ, ശിവൻ, യേശു, അങ്ങനെ എല്ലാം തന്നെ നമ്മൾ പല പേരിട്ട് വിളിക്കുന്ന ഒരു പ്രപഞ്ചശക്തിയാണ്. പ്രപഞ്ചശക്തിക്ക് ജാതിയില്ല, മതമില്ല, രാജ്യമില്ല, ഭാഷയില്ല, ആണെന്നോ പെണ്ണെന്നോ ഒന്നും വേർതിരിവില്ല. അതിനെല്ലാവരും ഒരേപോലാണ്. അത് ഊർജം അല്ലെങ്കിൽ എനർജിയുടെ വ്യത്യാസത്തിലാണ് അത് നമ്മളെ തിരിച്ചറിയുന്നത്. അവർക്ക് അമ്പലത്തിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു ദിവസം അമ്പലത്തിൽ പോയിരിക്കുക, വൈകിട്ടൊരു സമയത്ത് പോയി അവിടെ ഇരുന്ന് കരയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഹീലിംഗ് പ്രോസസ്സാണ്. അത് നമ്മൾ കരയുക എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ണുനീര് പിടിച്ചു നിർത്തി നമ്മൾ മിക്കവാറും എല്ലാവരും അവനവന്റെ അഭിമാനത്തിന് വേണ്ടിയിട്ട് കരയാണ്ടിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോഴെങ്കിലും കരയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ എനർജികളും, നെഗറ്റീവ് എനർജികളും പുറത്തു പോകും. കരഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ഫ്രീ ആയതുപോലെ തോന്നുന്നില്ല, നിങ്ങളിൽ നിന്ന് എന്തോ പോയതുപോലെ തോന്നുന്നില്ലേ? അതിന്റെ കാരണവും അതാണ്. നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും, നെഗറ്റീവായിട്ടുള്ള തോട്ടുകളും പുറത്തു പോകുന്നതാണ്. അതുകൊണ്ട് വെറുതെ എന്ന് കരയണം എന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ വിഷമം അത്രയ്ക്ക് വരുമ്പോൾ കരച്ചിൽ പിടിച്ചടക്കാതിരിക്കുക. നിങ്ങൾ കരയുക, നല്ലതുപോലെ കരയുക. നിങ്ങളെ അത് ക്ലെൻസ് ചെയ്യുക തന്നെ ചെയ്യും. ദൈവത്തിനോട് കരഞ്ഞു പറഞ്ഞപ്പോൾ എല്ലാം നേടിയിരുന്നു ഞാൻ എന്നാണ് അവരുടെ ഒരു സംശയം. ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. കാരണം ദൈവത്തിനോട് കരഞ്ഞു പറയുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ കരയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്യൂരിഫിക്കേഷൻ ആണ്, ക്ലെൻസിങ് ആണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നു. എങ്ങനെ നടക്കുന്നു? കാരണം നിങ്ങൾ അവിടെ ചെല്ലുന്നു, നിങ്ങൾക്ക് ആ ദൈവത്തിൽ അത്ര വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് പല സമയത്തായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ
നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട് ദൈവം കൈവിടില്ല എന്ന്. ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് കിട്ടുന്നില്ല. കാരണം ഇതൊരു പുതിയൊരു ടേമാണ്. ഇതൊരു അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു പാടുണ്ട്. കാരണം യൂണിവേഴ്സിനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് ദേഷ്യപ്പെടുമോ, കോപിക്കുമോ എന്നുള്ളൊരു ഡൗട്ട്. ദൈവവും യൂണിവേഴ്സും പ്രപഞ്ചശക്തിയും എല്ലാം ഒന്നാണ്. നമ്മൾ പല പേരിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കരഞ്ഞായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത് എന്നൊന്ന് ഓർക്കാമോ? വളരെയധികം തല തല്ലി കരഞ്ഞ് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ദൈവമേ എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ്, എന്നെ കൂടെ ഒന്നും പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, അതൊക്കെ നിങ്ങൾ കരഞ്ഞ് പറഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ ദീർഘനിശ്വാസം ഇട്ടിട്ട് എനിക്ക് മടുത്തു, ഇനി ഇതൊക്കെ ചിന്തിച്ചിരുന്നു, ഇതൊക്കെ ആലോചിച്ചിരുന്നു, എനിക്ക് മടുത്തു, എനിക്കിനി ഒന്നും വയ്യ, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഇങ്ങനൊരു സ്റ്റേറ്റിൽ നിങ്ങൾ എത്തും. ആ ഒരു സ്റ്റേറ്റ് ആണ് ലെറ്റ് ഗോ അല്ലെങ്കിൽ സറണ്ടർ. നിങ്ങൾക്കൊണ്ട് ഇനി പറ്റില്ല, നീ എന്താണെന്ന് വെച്ച് ചെയ്തോ എന്ന് വെച്ച് ദൈവത്തിന് നിങ്ങൾ കൊടുക്കുന്നു ആ ഒരു സിറ്റുവേഷനെ. അതിന് മുമ്പിട്ട് വരെ നിങ്ങൾ ആ സിറ്റുവേഷനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ദൈവം എനിക്ക് ഇന്നത് തന്നെ നടക്കണം. ചിലപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. നിങ്ങൾ ഈ ഇന്നത് നടക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു പ്രണയമുണ്ട്, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ ഇങ്ങനെ വാശി പിടിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ചില സമയത്ത് നിങ്ങൾക്ക് എത്ര നല്ല റിലേഷൻ ആണെന്ന് തോന്നിയാൽ പോലും ചിലപ്പോൾ ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കില്ല. നിങ്ങൾക്ക് അതിലും നല്ലൊരു റിലേഷൻ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി വാശി പിടിക്കുമ്പോൾ മുന്നോട്ടുള്ളതും അറിയാവുന്നതുമായിട്ടുള്ള പ്രപഞ്ചശക്തി നിങ്ങളിൽ നിന്ന് അതിനെ മാറ്റിവിടുന്നു. അതെന്താണ്? കാരണം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് എല്ലാവരും നല്ലതാണ്, നല്ല റിലേഷൻഷിപ്പാണ്, അവർ ഭയങ്കര കരുതലാണ്, സ്നേഹമാണ്. പക്ഷെ അതൊരു കല്യാണം അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങാം. ചിലപ്പോൾ അവരുടെ റിയൽ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും, ചിലപ്പോൾ അവരുടെ ഫാമിലി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കാം, ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് നെഗറ്റിവിറ്റികൾ കാണാം, കർമ്മഫലങ്ങൾ കാണാം. ആ വ്യക്തിക്കാരന് ചിലപ്പം ഒരുപാട് നാള് ജീവിക്കലായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു റിലേഷൻഷിപ്പിൽ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. ഇതൊന്നും നിങ്ങൾ അറിയത്തില്ല. നിങ്ങൾ 5 വർഷം പ്രേമിച്ചെന്ന് പറഞ്ഞാലും കല്യാണം കഴിയുമ്പോൾ നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ കാണുന്ന ആ വ്യക്തി നിങ്ങൾ പ്രണയിച്ചിരുന്ന സമയത്തിനേക്കാളും ചെറുതായി മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ സ്റ്റുഡൻസ് പലരും ചോദിക്കാറുണ്ട്, മാഡം പ്രേമിക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹമായിരുന്നു, കരുതലായിരുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ അവഗണിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇതിന്റെ കാരണം അതാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമ്പോൾ യൂണിവേഴ്സിന് അറിയാം അതിലും നല്ലത് ചിലപ്പോൾ നിങ്ങൾ അർഹിക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെ പ്രോബ്ലങ്ങൾ വരാം എന്നുള്ളത് യൂണിവേഴ്സിന് അറിയാവുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് അത് നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പറയുമ്പോൾ എനിക്ക് നല്ലതായിട്ട് ഭവിക്കുന്നതും എൻ്റെ കൂടെ ഉള്ളവർക്ക് നല്ലതായിട്ട് ഭവിക്കുന്നതും ആണെങ്കിൽ മാത്രമേ യൂണിവേഴ്സ് അത് നടത്താവൂ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇത് ആരും എങ്ങും പറഞ്ഞിട്ടുള്ളതല്ല, ആരുടെയും ടെക്നിക്കുകളല്ല. ഇത് ഞാൻ സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. കാരണം പല കാര്യങ്ങളും ഞാൻ യൂണിവേഴ്സിനോട് തരണമേ എന്ന് പറയുമ്പോഴൊക്കെ യൂണിവേഴ്സ് അതെനിക്ക് തന്നിട്ടില്ലായിരുന്നു ഒരു സമയത്ത്. കാരണം അന്ന് ഞാനൊരു കറക്റ്റ് പാത്തിലൂടെ ആയിരുന്നില്ല പൊക്കോണ്ടത്. എനിക്കന്ന് നല്ലതെന്ന് തോന്നുന്നത് ആക്ച്വലി എനിക്ക് നല്ലതല്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജേർണലിങ്ങിനകത്ത് എഴുതി വെക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ജേർണലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നോക്കി ഇതെന്താണ് എൻ്റെ, അപ്പോഴൊക്കെ എനിക്ക് പറഞ്ഞു ദൈവം അന്ന് നടക്കാതിരുന്നത് നന്നായി, അന്ന് നടന്നായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെ ആയേനെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചേനെ. അങ്ങനെ ചിലപ്പോൾ നമ്മൾ പിന്നീട് അത് മനസ്സിലാകുന്ന സമയമുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷം ഞാൻ പിന്നെ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്കും എനിക്കത് കിട്ടുന്നത് കൊണ്ട് മറ്റുള്ളവരും നല്ലതാണെങ്കിൽ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് അത് നീ തരണമേ, എനിക്ക് നല്ലതെന്താണോ അതിനെ നീ എനിക്ക് തരണമേ എന്ന് കൂടി ഞാൻ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും അതിനകത്ത് ഞാൻ ആഡ് ചെയ്യും. അതായത് ഞാനൊരു ലോട്ടറി എടുത്തു, 12 കോടിയുടെ ലോട്ടറി അടിക്കണമേ എന്ന്. ലോട്ടറി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരുപാട് ടെക്നിക്സുകളുണ്ട്, ഒരുപാട് പേർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ലോട്ടറി ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്ത് തുടങ്ങി. പക്ഷേ ഈ വരുന്ന ഒരു തുകയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ
ആ ഒരു തുക എന്നിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ ആ മണി വേസ്റ്റ് ആയിപ്പോ. മിക്കവാറും 90% ലോട്ടറി അടിച്ച ഒരവസ്ഥ അതാണ്. അതെവിടെ പോയെന്ന് പോലും അവർക്ക് അറിയില്ല. ഏതൊക്കെ രീതിയിൽ ചെലവായതാകത്തില്ല. പ്രോപ്പർ പ്ലാനിങ് ഇല്ലായിരുന്നു അവർക്ക്. കാരണം പെട്ടെന്ന് ലോട്ടറിയെ നമ്മൾ ഭാഗ്യം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് വന്നതാണ്, അത് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഞാൻ അതിന് റെഡിയല്ല എന്ന് യൂണിവേഴ്സിന് ഞാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് അത് ഡിലേ ആക്കി വെക്കും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? യൂണിവേഴ്സ് എനിക്കൊന്നും തരുന്നില്ല, എന്റെ പ്രാർത്ഥന ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നു. നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന തന്നെ ആ ഒരു ദൈവത്തിനോടും ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവവും പ്രപഞ്ചശക്തിയും എല്ലാം ഒന്നാണ്. എന്തുകൊണ്ട് നടക്കുന്നില്ല? നിങ്ങൾ അതിന് തയ്യാറായിട്ടില്ല. നിങ്ങൾ തയ്യാറാകുമ്പോഴേ അത് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അതായത് നിങ്ങൾ ആ ഒരു കാര്യത്തിന്റെ എനർജിയിലേക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോഴേ അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തത്തുള്ളൂ. പണ്ടുള്ളവർ ഗുരുക്കന്മാരെ തേടി അലയാറില്ലായിരുന്നു. കാരണം സ്റ്റുഡന്റ് റെഡി ആകുമ്പോൾ, അതായത് ശിഷ്യൻ റെഡി ആകുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഗുരു വന്നെത്തും എന്നാണ് പറയുന്നത്. നമ്മളുടെ സ്പിരിച്വാലിറ്റിയിലും അതാണ് പറയുന്നത്, നമ്മളുടെ റൂമി അങ്ങനെയാണ് പറയുന്നത്, നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷനിൽ അതാണ് പറയുന്നത്. നിങ്ങൾ റെഡി ആകുമ്പോഴേ നിങ്ങൾക്കുള്ള കറക്റ്റായ ഒരു ടീച്ചറിനെ കിട്ടും. നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും, പലരെയും കണ്ടുപോകുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും മിസ്സിങ് ആകെ ഒരു പീസ് കാണും. എന്തെങ്കിലും ഒന്ന് നിങ്ങളെ കണക്ട് ചെയ്യാതിട്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലേക്കായാലും ഈ ഒരു തിയറിയിലേക്കായാലും ഒക്കെ നിങ്ങളെ കണക്ട് ചെയ്യേണ്ട ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ടീച്ചർ വരുമ്പോഴായിരിക്കും, നിങ്ങൾക്ക് പറ്റിയ ഒരു മെന്ററിനെ കിട്ടുമ്പോഴായിരിക്കും. അത് നിങ്ങൾ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാനൊരു പുതിയ യൂട്യൂബറാണ്. ഒരുപാട് നാൾ ആലോചിച്ചിരുന്നിട്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതുകൊണ്ട് തന്നെ ആദ്യമുള്ള വീഡിയോസ് ഒന്നും അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം. എഡിറ്റിംഗ് എനിക്കറിയില്ല. എനിക്കിത് എങ്ങനെ പ്രസന്റ് ചെയ്യണം, ലൈവായിട്ടൊരു വ്യക്തിയെ എനിക്ക് കൗൺസിൽ ചെയ്യാനോ അവർക്ക് ക്ലാസ് എടുക്കാനോ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. കാരണം ഞാനൊരു കോളേജ് ലെക്ചറർ ആയിരുന്നു. പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു സ്റ്റുഡന്റിനെ കാണാണ്ട് നമ്മൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ടോപ്പിക്സിൽ ചിലപ്പോൾ ആഡ് ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ. കാരണം അത് പല വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാകും, ഓക്കെ അവർക്ക് ഇത് അറിയാം, ഇതിനപ്പുറം അറിയാവുന്ന വ്യക്തിയാണ്, ഓക്കെ ഈ ലെവൽ അവരെത്തിയിട്ടില്ല, അവർക്ക് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് എന്ന് എനിക്ക് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിനെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ടോപ്പിക്കിനെ കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. ചെറിയ ചെറിയ എക്സാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റൈലിലായിരുന്നു ഞാൻ ഒരു കോൺഫിഡൻറ്റ്. കാരണം വർഷങ്ങളായിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ആ ടോപ്പിക്കിനകത്ത് ഞാൻ പറഞ്ഞു പോകുന്നത് കൂടുതലായി പോകുമോ, ഇനി ഞാൻ പറയുന്ന എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലാവുമോ, ഇത് എന്നെ കേൾക്കുന്ന വ്യക്തിക്ക് ലോ ഓഫ് അട്രാക്ഷൻ പുതിയൊരു സബ്ജക്റ്റ് ആണോ, ഏത് തലത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്ലീസ് കമൻറ്റ് ചെയ്യുക താഴെ. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ റെഗുലർ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് എൻ്റെ ചാനലിൽ, പക്ഷെ അവർക്ക് പോലും എന്താണ് വേണ്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നമ്മളൊരു 2-വേ കമ്മ്യൂണിക്കേഷൻ, രണ്ടുപേരും സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കമന്റ് ബോക്സ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ല, എന്തെങ്കിലും പുതിയ ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാൻ ശ്രമിക്കുക. പുതിയ പുതിയ വീഡിയോസ് അപ്പോഴേ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ ഒരു വീഡിയോ കാണും, രസമില്ലെന്ന് തോന്നും. കാരണം നിങ്ങൾ കാണുന്ന ചാനലുകളിൽ പകുതിയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അവരുടെ വലിയൊരു സ്റ്റേജിലേക്ക് എത്തിയതിനു ശേഷമാണ് നിങ്ങൾ അവരെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ ചാനൽ നിങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂണിവേഴ്സ് തരുന്നൊരു ഇതാണ്, നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക, കുറേ വീഡിയോകൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്യുക. പിന്നെ ഞാൻ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കാം, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിപ്പിച്ചു തരാം. ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോമിസുകളും ഞാൻ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ അധികം ആളുകൾ എന്നെ ഫോളോ ചെയ്യാത്തത്. കാരണം എനിക്ക് ഫേക്കായിട്ട് നിങ്ങൾക്ക് ഒന്നും തരാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന സമയം ഓരോ സ്റ്റുഡൻറ്റിൻ്റെ അടുത്തും ഞാൻ പറയും, നിങ്ങളുടെ സ്റ്റേജ് ഇതാണ്,
നിങ്ങളുടെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സമയമെടുക്കും. പക്ഷെ നിങ്ങളുടെ വിശ്വാസം എത്രത്തോളമാണോ, നിങ്ങളുടെ വൈബ്രേഷൻ എത്രത്തോളം നിങ്ങൾ റേസ് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കും. ഞാൻ സാറാ ഫിലിപ്പിന്റെ ഒരു സക്സസ് സ്റ്റോറി കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരി ലോ ഓഫ് അട്രാക്ഷനിലേക്ക് ആദ്യമായിട്ട് ഈ സബ്ജക്റ്റ് ഒരു പുതിയ സബ്ജക്റ്റാണ്, ഒന്നും അറിയാതെ വന്ന വ്യക്തിയാണ്. ആ പുള്ളിയുടെ ലൈഫിൽ ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുള്ളിക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതൊരു മെന്റൽ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. അവർ ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അനുഭവിച്ചൊരു സ്ത്രീയാണ്. അവര് മാനിഫെസ്റ്റേഷനകത്ത് കയറി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് ഞാൻ പറയാം, കാരണം ഇത്ര പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കുന്ന കാര്യങ്ങൾ പുതിയൊരു വ്യക്തിക്ക് നടക്കും എന്നുള്ളത് തന്നെ എനിക്ക് സാറയിൽ നിന്നാണ് മനസ്സിലായത്. 2 ദിവസം കൊണ്ട് തന്നെ അവരുടെ ഡിവോഴ്സിന് ഫയൽ ചെയ്തു. അവരുടെ ഹസ്ബൻഡിനെ മ്യൂച്വലിന് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ അവരുടെ ലൈഫ് സെറ്റായി എന്നുള്ളതാണ് അവരുടെ ഒരു സക്സസ് സ്റ്റോറി. ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡി ആകുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു മെന്ററിനെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടി റെഡി ആവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതിനനുസരിച്ചായിരിക്കും എനിക്കതൊരു ബൂസ്റ്റിംഗ് ആയിരിക്കും, എനിക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും ഡെയിലി വീഡിയോസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളും എനിക്ക് വീഡിയോസ് ചെയ്യണം എന്നുള്ള ചിന്തയുടെ വളരെ വലിയ ഒരു പാർട്ടാണ് നിങ്ങൾ. എൻ്റെ ഒരു ഫാമിലിയാണ്. എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരാളല്ല, ഓരോരുത്തരും. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരും എല്ലാം എനിക്ക് വിലപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിലേക്ക്, എൻ്റെ യൂട്യൂബ് ഫാമിലിയിലേക്ക്, മൈൻഡ്ഫുൾ ജേർണീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്സുകളാണ് എന്ന് തോന്നുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ ഫാമിലിയിൽ ഒരു അംഗമാകുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നത് തന്നെ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യുന്നത് കൊണ്ടാണ്. ലാസ്റ്റ് നിങ്ങളത് അറിയാതെ ചെയ്യുന്നതാണ്. നിങ്ങൾ സറണ്ടർ ചെയ്യും ആ ഒരു യൂണിവേഴ്സൽ എനർജിക്ക്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എനിക്കിനി വയ്യ, എനിക്കിനി ഒന്നും ചിന്തിക്കാൻ വയ്യ. ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചിന്തിച്ച് മടക്കുമ്പോൾ ഞാൻ പറയാം എനിക്കിനി ഒന്നും ചിന്തിക്കാൻ വയ്യ. എന്താണോ നല്ലത് അത് നീ എൻ്റെ ജീവിതത്തിലേക്ക് നടത്തി തരിക. അപ്പോൾ ഇതാരും നിങ്ങൾക്ക് പറഞ്ഞ്, ഇത് വെറുതെ ഞാൻ യൂട്യൂബ് തംബ്നെയിലായിട്ടൊന്നും പറയുന്നതല്ല, ഇത് ആരും പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. കാരണം ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. നിങ്ങൾ ഏതൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും അതിനുശേഷം യൂണിവേഴ്സിനോട് പറയുക, എനിക്ക് നല്ലതായിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്കത് കിട്ടുന്നത് കൊണ്ട് വേറൊരാൾക്ക് ദോഷം ഉണ്ടാകുകയും ചെയ്യരുത്. ഇപ്പൊ നിങ്ങളൊരു വ്യക്തിയെ പ്രേമിക്കുന്നുണ്ടായിരിക്കാം. ഒരു എക്സാമ്പിൾ, എളുപ്പം മനസ്സിലാവുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളൊരു വ്യക്തിയെ പ്രേമിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അയാൾക്ക് വേറൊരു മാരേജ് കഴിഞ്ഞൊരു വൈഫ് ഉണ്ടെന്നോ കുട്ടിയുണ്ടെന്നോ ചിലപ്പോൾ നിങ്ങൾക്കറിയില്ല. ഇപ്പൊ എല്ലാ പ്രണയങ്ങൾ എന്ന് പറയുന്നത് വാട്സപ്പ് വഴി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ പോയി ഇൻസ്റ്റാഗ്രാം വഴി, ടിക്ടോക്ക് വഴി, അങ്ങനെയുള്ള പല ആപ്സ് വഴി കാണുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവര് റിയൽ ആരാണെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ ഈ വ്യക്തി, നിങ്ങൾ കാണുന്ന വ്യക്തി തരുന്ന ഫോട്ടോ ആ വ്യക്തിയാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ പ്രേമിക്കുമ്പോൾ നിങ്ങൾ ഇന്ന ആളെ വേണമെന്ന് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ കൂടെ തന്നെ പറയുക, ദൈവമേ നല്ലതാണെങ്കിൽ മാത്രമേ എനിക്കത് തരാവേ, യൂണിവേഴ്സേ നല്ലതാണെങ്കിൽ മാത്രമേ എനിക്കത് തരാവേ എന്ന് പറയുക. അതുപോലെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതാണെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് വെച്ചാൽ, നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അപ്പുറത്ത് അവരുടെ ഭാര്യയും കുഞ്ഞും അവരവിടെ ഒറ്റപ്പെടുകയാണ്, അല്ലെങ്കിൽ അതൊരു ദോഷമാണ് നമ്മൾ ചെയ്യുന്നതല്ലേ. നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് തേർഡ് പാർട്ടിയായിട്ട് എൻറ്റർ ചെയ്തിട്ട് അവരെ മാനിഫെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഒരു ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ജീവിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തോ ഒരു അട്രാക്ഷൻ തോന്നും. നിങ്ങൾ അവരുമായിട്ട് ഫ്രണ്ട് ആകും. അത് ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകും. ചിലർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട് ചില ആളുകളുടെ അടുത്ത്, എന്ന് വെച്ചാൽ അവരെ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ വൈഫിന്റെ അടുത്തുള്ള ദേഷ്യത്തിലൊക്കെ ആയിരിക്കാം അവരുടെ ഭർത്താവിനെ പിടിച്ചെടുക്കുക. അതൊക്കെ തെറ്റാണ്. ഓക്കെ, അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. പിന്നെ ഒരു ഭാര്യയും ഭർത്താവിന്റെ റിലേഷൻഷിപ്പ് ശരിയല്ല, അവർ ഡിവോഴ്സ് ആയിട്ട് വരട്ടെ. അവർ ഡിവോഴ്സ് ആയിട്ട് വരുമ്പോൾ അവർ ഫ്രീ ആണ്. അവർക്ക് ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പും ഇല്ല. അവർ ഫ്രീ ആയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാം. എപ്പോഴും ഓർക്കുക, നമ്മൾ ചെയ്യുന്നതിനൊരു കർമ്മഫലമുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക. അറിയാണ്ട് പറ്റുന്ന തെറ്റുകൾ നമുക്കത് ഹീൽ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റുകൾക്ക് മേലെ തെറ്റുകൾ ചെയ്തിട്ടൊക്കെ പിന്നെ ഞാൻ ഹീൽ ചെയ്ത് എല്ലാം റെഡിയാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ചിലപ്പോൾ ഹീൽ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അത് ഹീൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഭൂമിയോട് വിട പറഞ്ഞു പോവുകയാണെങ്കിൽ
ആ ഒരു കർമ്മഫലം നിങ്ങളുടെ വരും ജന്മങ്ങളിൽ കൂടി ചിലപ്പം ട്രാൻസ്ഫോം ആകും. ചിലയിടത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വരും ജന്മത്തിലേക്ക് പോകില്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങള്, നിങ്ങളുടെ കൊച്ചുമക്കളുടെയൊക്കെ ജീവിതത്തിലേക്ക് അതിൻ്റെ ഒരു ഫലം പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാർമിക് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യാണ്ടിരിക്കുക. അറിയാണ്ട് പറ്റുന്ന തെറ്റുകൾ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ലെറ്റ് ഗോയും സറണ്ടറിന്റെയും വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ബോണസ് പോലെ ഞാൻ ഇതിനകത്തൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് മാത്രമേ ആ ഒരു സീക്രട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ ഫുള്ള് കേട്ടിട്ടുണ്ടെങ്കിൽ ആ സീക്രട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. നിങ്ങൾക്ക് പുതിയ ടോപ്പിക്സുകൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. താങ്ക് യു.